ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എന്റെ അടുത്ത് കുറെ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്റെ ഫാമിലിയിൽ ഇതൊന്നും സീനില്ലേ, പക്ഷെ അവരിത് എങ്ങനെ കാണുന്നത് എങ്ങനെ എടുക്കണെന്ന് ഞാൻ ആലോചിക്കില്ല. ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നി ഞാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഇന്ന് കുറ്റിപ്പുറ റെയിൽവേ സ്റ്റേഷനിൽ ചാലക്കുടി പോവാണ് എന്റെ ഹോസ്റ്റൽ. ആക്ച്വലി ഈ ലിഫ്റ്റിൽ ആണുങ്ങളെ കൂടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയുണ്ട്, പക്ഷെ വ്ളോഗിങ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ പ്രശ്നം. ഇപ്രാവശ്യം പോകുമ്പോൾ ഞാനൊരു ബാഗേ കൊണ്ടുപോകുന്നുള്ളൂ, ഒരു ബാഗിനെ കൊടുത്തിട്ടുള്ളൂ, അത് ഞാൻ ഫുഡ് ഉണ്ടാവും അടുത്തത്. പക്ഷെ വീക്കെൻഡ് ആയതുകൊണ്ട് സീറ്റ് ഒന്നും കിട്ടിയില്ല, പക്ഷെ ഞാൻ ഒരു ഈവനിങ് ആകുമ്പോൾ തന്നെ എത്തിക്കണം. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞാൻ ഒരു ഷൂട്ടിന് പോയി, അതൊരു ഗുജറാത്തിൽ നിന്ന് വന്ന ഒരു കുർത്തിയായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആ പേജിനെ പ്രൊമോട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് അതിൽ വരാൻ. ബൈ നിങ്ങൾ ആരെങ്കിലും ആ പേജിൽ നിന്ന് വാങ്ങാൻ നോക്കിയിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിക്കണം. ഞാൻ ചാലക്കുടി മാളയുടെ അടുത്തുള്ള ഒരു സ്പോട്ട് എന്നിട്ടാണ് ഞങ്ങൾ ഷൂട്ടിന് വേണ്ടി സെലക്ട് ചെയ്തത്. അങ്ങനെ കുറച്ചേരം മഴയൊക്കെ നനഞ്ഞിരുന്ന് ലാസ്റ്റ് നമ്മൾ 2-3 ഷോർട്സ് ഒക്കെ എടുത്തു. അങ്ങനെ ഞാൻ ഈ പോർക്ക് കടയുടെ വിഷ്വൽ എടുക്കാൻ കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ റെയർ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഈ പോർക്ക് കട. ബിക്കോസ് മലബാർ സൈഡിലൊന്നും അധികം ആരും പോർക്കൊന്നും കൂട്ടൂല. അപ്പൊ വെറുതെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ തോന്നി. അങ്ങനെ ഒരു ഷൂട്ടിന് ശേഷം ഒരു ജ്യൂസ് ഒക്കെ കുടിച്ച് തിരിച്ച് ഞാൻ റൂമിൽ തന്നെ ഷൂട്ട് എടുക്കാൻ ഈ വലിയ കമ്മലൊക്കെ ഇട്ട് പോയെങ്കിൽ അതിന്റെ കനം നമുക്കേ അറിയുള്ളൂ. അങ്ങനെ വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞ് റൂമിലുള്ള എല്ലാവരും തിരിച്ചെത്തിയത്. ഈ ഒരു ടൈമിൽ ഞങ്ങൾ ഭയങ്കര റിച്ച് ആണ്, കാരണം പെരേന്ന് കൊണ്ടുവരുന്ന എല്ലാ ഫുഡ്സും ഉണ്ടാവും. ഇപ്രാവശ്യം അവള് സദ്യ കഴിച്ചാണ് പോകുന്നത്. അങ്ങനെ ഈവനിങ് ആകുമ്പോ പിന്നെ ഒരു ചായ അടിക്കാൻ ഇറങ്ങൽ മസ്റ്റാണ്. നമ്മുടെ അവിടെ ക്രിസ്ത്യൻ പള്ളികൾ അത്രയും റയർ ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇതാണ് ചാലക്കുടിയത്തെ ഏറ്റവും വലിയ ചേർച്ച്. പണ്ടൊക്കെ സ്കൂളിൽ വരാന്തേ കൂടെ പോയാലും കൂടി തിരിഞ്ഞു നോക്കാത്തവരുണ്ട്. വിളിച്ചിട്ട് ഇതേ വലിയ വ്ളോഗർ ആയില്ലേ, ഒരു 10 രൂപ അയച്ചാട്ടിക്കാം. ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ റീലിട്ട് അങ്ങനെ പൈസ ഒന്നും കിട്ടൂല മക്കൾ. ഒരു 2 വീലർ നമുക്ക് ഇവിടെ അത്യാവശ്യമാണ് കേട്ടോ, കാരണം ഇവിടെ കുറെ നടന്നിട്ട് വേണം ഒരു സ്ഥലത്തേക്ക് എത്താൻ. ഓളാണെങ്കിൽ ഏതോ പുതിയ സാധനം പറഞ്ഞതാകെ ഫ്ലോപ്പ് ആയിട്ടിരിക്കുക. എനിക്ക് പിന്നെ എങ്ങനെ പോയാലും ഞാൻ ഒരു വാൽച്ചായ്മക്ക് അതിന് മുന്നിൽ ഒരാൾ ഓടി പോകുന്നത് കാണാട്ടോ നിൽക്കാറില്ല. വരുന്ന വഴി ഒരു പാമ്പിനെ കണ്ടിട്ട് ഞങ്ങൾ 200 മീറ്റർ ഓടി. അങ്ങനെ ഇന്ന് നൈറ്റിന് പിന്നെ ഫുഡ് ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല, കാരണം അവള് സദ്യ ഇടുന്നു. ഇതാ ഞാൻ പറഞ്ഞത്, ശരി ഞായറും ഞങ്ങൾ ഭയങ്കര റിച്ച്, ബാക്കിയുള്ള ദിവസം പട്ടി. അപ്പൊ നിങ്ങളെ ഹോസ്റ്റൽ ലൈഫ് ഒക്കെ എങ്ങനെയാണെന്ന് കമന്റിൽ പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ ടാറ്റാ.